ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ കടക്കുന്നത്. CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പടക്കമേറ്. PK ശശിയും ഡിവൈഎഫ്ഐയും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് സംഭവം. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകും. ശ്രീജിത്ത്, എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോഴത്തെ വിവാദങ്ങൾ, ഈ തർക്കം, ശശിയുടെ പുതിയ നീക്കങ്ങളൊക്കെയുമായി ഈ സംഭവത്തിന് ബന്ധമുണ്ട് എന്ന് കരുതാൻ കഴിയുമോ? തീർച്ചയായും അങ്ങനെ കരുതാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മണ്ണാർക്കാട്ട് നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. PK ശശി അനുകൂലിയാണ് ഇത്തരത്തിൽ പടക്കമറിഞ്ഞതെന്ന ആക്ഷേപം CPM-ന്റെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ തന്നെ ഉയർത്തിക്കഴിഞ്ഞു. അവർ കൃത്യമായ രീതിയിൽ ചില ആളുകളുടെ പേരൊക്കെ പറയുന്നുണ്ട്. പോലീസിനോട് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരോടും അല്പസമയത്തിനകം തന്നെ ആ പേര് പറയും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഓഫീസിനുള്ളിലേക്ക് കയറി ചെന്ന് സ്വയം പരിചയപ്പെടുത്തി, നാട്ടുകാരനാണ് എന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങി വന്ന് ആ ഓഫീസിന് മുൻവശത്തേക്ക് പടക്കമറിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷം ബുള്ളറ്റിൽ കയറി ആ മേഖലയിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും CPM നേതാക്കൾക്ക് കൃത്യമായ രീതിയിൽ ആളുകളെ മനസ്സിലായിട്ടുണ്ട്. പ്രദേശവാസികളും ഇത് കണ്ടിട്ടുണ്ട്, അവിടുത്തെ കച്ചവടക്കാരും ഒക്കെ കണ്ടിട്ടുണ്ട്. 8:30 മണിയോട് കൂടിയായിരുന്നു ഈ ഒരു സംഭവം എന്ന് മനസ്സിലാക്കുന്നു. PK ശശിയും അതുപോലെ തന്നെ CPM-ഉം പരസ്യമായ രീതിയിൽ ഒരു പോരിലേക്ക് ആ മേഖലയിൽ പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും നടക്കുന്നതെന്ന് കാണാതിരുന്നുകൂടെ. എന്തായാലും ഇത് ആ സംഭവവുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് ഒരു ഇൻഫർമേഷൻ ഇതുവരെ നൽകുന്നില്ല. പോലീസ് എന്തായാലും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് PK ശശിയെ പിന്തുണയ്ക്കുന്ന CPM അനുഭാവിയോ പാർട്ടി അംഗമോ ആണോ? അതാണോ ഡിവൈഎഫ്ഐയും CPM-ഉം ഇപ്പോൾ ആരോപിക്കുന്ന പേരിലൊന്നോ? CPM അംഗമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ കൃത്യമായ രീതിയിൽ CPM-നോടൊപ്പം PK ശശിയോടൊപ്പം നിന്നിരുന്ന ആളാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു രീതിയിലുള്ളൊരു സംഘർഷ സാധ്യതയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത നിലവിലുണ്ട്. എന്തായാലും പോലീസ് വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. മുസ്ലിം ലീഗും UDF-ഉം PK ശശിയെ പൂർണ്ണമായി ആ മേഖലയിൽ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. എന്തായാലും DYFI നേതാവ് ശ്രീരാജ് വെള്ളപ്പാടം അല്പസമയം മുൻപ് ഇന്ന് നമ്മൾ ആ വാർത്തയും നൽകിയിരുന്നതാണ്. പരസ്യമായ രീതിയിൽ PK ശശിയെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ CPM ഓഫീസിന്റെ മണ്ണാർക്കാട്ട് ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിലേക്ക് ഇത്തരത്തിലൊരു പടക്കം കൊണ്ടുവന്ന് എറിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസ് ഈ പടക്കം എറിഞ്ഞ ആൾക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആളെ മനസ്സിലായിട്ടുണ്ട്. CPM നേതാക്കൾ ഇയാളുടെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും പോലീസിന്റെ നടപടിക്ക് ശേഷം നമുക്ക് ആളുടെ പേര് വെളിപ്പെടുത്താം. നമുക്കും ആ പേര്, CPM നേതാക്കൾ പറയുന്ന പേരറിയാം. പക്ഷേ പോലീസ് അത് കൺഫേം ചെയ്യട്ടെ, അതിനുശേഷം നമുക്കത് വെളിപ്പെടുത്താം എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്.